പറഞ്ഞു കേട്ടാ. പോകന്റെ ഈ സംസാരത്തിന് മുന്നിൽ ഇരപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഒരു മനുഷ്യനാകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു ഹിന്ദുവായിട്ടുള്ള അതല്ലെങ്കിൽ സംഘിയായിട്ടുള്ള, അതുമല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിർണായക സ്വാധീന ശക്തിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഈ സംസാരം മുഴുവനായും ഒന്ന് കേൾക്കാനുള്ള സന്മനസ് കാണിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്നോട് വിരോധപ്പെടാം, വിമർശിക്കാം, പിണങ്ങിപ്പോവാം, എന്തുമാവാം. ഞങ്ങളുടെ ഒരു അസറ്റ് ആയിരുന്നു അദ്ദേഹം. പകുതിയായി മക്കളുടെ ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. എല്ലാവരും അതിൻ്റെ ചൂടിലാണ്. അണികൾ മുതൽ അനുഭാവികൾ വരെ ഓരോരുത്തരും അവരവരുടെ സ്ഥാനാർത്ഥികൾ, തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു നേരത്ത് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നതിന്റെ ഒരു ഔചിത്യക്കുറവ് പലർക്കും തോന്നാം. പക്ഷെ ഞാൻ ഒന്നിനോടും പ്രത്യേകിച്ച് അടിമബുദ്ധി പുലർത്താത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സാഹചര്യം നോക്കാതെ, സന്ദർഭം നോക്കാതെ എനിക്ക് പറയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം ചേട്ടന്റെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സാമൂഹ്യ ജീവിതം കാര്യമായിട്ട് നയിച്ചിട്ടില്ല. വ്യക്തി ജീവിതം എന്ന് പറയുന്നത് അത്ര കണ്ട് സന്തോഷം നൽകിയില്ല. ഒരുതരം അമർഷം, വല്ലാത്തൊരു അസ്വസ്ഥത. അതിന് കാരണമായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡിലെ കൗൺസിലറായിട്ടുള്ള ശ്രീ അനിൽ എന്നായിരുന്നു വായിൽ വന്നത്. പക്ഷേ മരിച്ചുപോയ ഒരാളെ ശ്രീ കൂട്ടി സംബോധന ചെയ്യാൻ പാടില്ല. അപ്പൊ പരേതപ്പെട്ട തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലറിന്റെ ശബ്ദം പകുതിയായി. മക്കളുടെ ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. നമ്മൾ വേഗം മറന്നു ആ മനുഷ്യനെ. ഇപ്പോ BJP എന്ന് പറയുന്ന ആ പ്രസ്ഥാനം തീർച്ചയായിട്ടും കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്, നടക്കട്ടെ, വിജയിക്കട്ടെ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ വളരെ മുതിർന്ന നേതാവെന്ന് കാണാൻ കഴിയുന്ന ശ്രീ രാജേഷ്, അദ്ദേഹത്തിന് സ്വയംഹത്യയിലൂടെ ഇഹലോകവാസം വെടിയേണ്ടി വരാത്ത ഒരു സാഹചര്യം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ശ്രീ എന്ന് ചേർത്ത് പറയാം. ശ്രീ രാജേഷ് അദ്ദേഹം നൽകിയൊരു വാഗ്ദാനം കേട്ടു. കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ അദ്ദേഹം ഇവിടെ എത്തിക്കുമെന്നാണ്, BJP ഇവിടെ എത്തിക്കുമെന്ന്. ഞാൻ രാജേഷിനോട് പറയുന്നത്, രാജേഷ്, നമ്മൾക്ക് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജോലി അതിഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം ഇതുപോലെ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നത്. ഇത്ര കരുത്തുറ്റ നിലയിൽ നമുക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കൃത്യമായ നിലയിൽ അഭിമാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി ഉപജീവനം തരപ്പെടുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് പോലും ഇവിടേക്ക് ക്ഷണിച്ച് നശിപ്പിച്ചു കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഒപ്പമുള്ള ഒരു മനുഷ്യൻ ആ ചിലമ്പിച്ച ശബ്ദത്തിൽ മരണമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന വിചാരത്തോടുകൂടി ആത്മഹത്യ ചെയ്തു. ആ മനുഷ്യന്റെ ആത്മാവിന് നീതി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യരുടെ പണം നഷ്ടപ്പെട്ടു പോവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാജേഷ് നിങ്ങളെ പോലുള്ള മനുഷ്യർ കാണിക്കേണ്ടത്. അപ്പോ ഈ ബാങ്ക് രാഷ്ട്രീയ പാർട്ടി ബേസിൽ ആരംഭിച്ച ബാങ്ക് അല്ല. തിരുമല അനിൽ മരിച്ച ദിവസം രാജേഷ് നടത്തിയിട്ടുള്ള സംസാരം ഞാൻ കേട്ടു. ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്ര കണ്ട് ഗംഭീരമായിട്ടൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. കാരണം സഹപ്രവർത്തകന്റെ ആത്മഹത്യ, അത് നൽകിയിട്ടുള്ള ഞെട്ടൽ, അതുകൊണ്ട് തന്നെ ചാനൽ ക്യാമറയുടെ മൈക്കിന് നേരെ നിങ്ങൾക്ക് നേരെ ചുവ വർത്തമാനങ്ങളൊന്നും പറയാൻ സാധിച്ചേക്കില്ല. നിങ്ങളുടെ മനസ്സ് പതറിയിരിക്കും. പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരുതരം BJP അനുഭാവികളൊക്കെ അതിലുണ്ട്, ആ ബോർഡിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ BJPയുടെ ബോർഡിൽ ഡിസ്കസ് ചെയ്യുക, BJP അങ്ങനെയുള്ള വിവരം എനിക്കില്ല. BJP അനുഭാവികളൊക്കെ ബോർഡിലുണ്ടാകാം. പക്ഷെ ആ ബാങ്കില് എനിക്കിത് ദഹിക്കാത്ത, വ്യക്തിപരമായി എനിക്ക് ദഹിക്കാത്ത നിലയിൽ, ഈ പോങ്ങനെ ദഹിക്കാത്ത നിലയിലാണ് നിങ്ങളുടെ ശരീരഭാഷയാവട്ടെ, നിങ്ങളുടെ മുഖഭാവമാവട്ടെ, നിങ്ങളുടെ സംസാര ഭാഷയാവട്ടെ ഉണ്ടായിരുന്നത്. അതിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏറ്റവും പരിക്ക് കുറഞ്ഞ ഒരു പദം, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും അത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ BJP അനുഭാവികളൊക്കെ ബോർഡിലുണ്ടാകാം. എന്താണ് ഈ അനുഭാവം? ആരാണ് അനുഭാവികൾ? അവർക്ക് പേരില്ലേ? കൃത്യമായിട്ട് എടുത്തോണ്ട് ഒരു സമയത്തിന് അടയ്ക്കണ്ടേ? പൈസ വാങ്ങിച്ചോണ്ട് ഒരു സമയത്തിന് അടയ്ക്കാത്തതിന്റെ പ്രശ്നമാണ്. ആരാണ് ഈ പണം മുഴുവൻ എടുത്തത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് തിരിച്ചടയ്ക്കാതെ പോയത്? ഇതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ, സംസാരിക്കണ്ടേ പൊതുജനത്തിന്റെ മുന്നിൽ? നിങ്ങൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട് രാജേഷ്, വളരെ വളരെ പോസിറ്റീവായിട്ടും വളരെ മാന്യതയോടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞങ്ങളുടെ ഒരു അസറ്റ് ആയിരുന്നു അദ്ദേഹം. അസറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ നിക്ഷേപകന്റെ മരുമകളുമായിട്ട് നടത്തിയിട്ടുള്ള ആ സംസാരം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ആ പണം തിരിച്ചു നൽകാൻ കഴിയാത്തതിലെ സങ്കടം എത്ര വലുതാണ്. അവരെ ഏത് നിലയിലാണ് സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അന്വേഷണം തീർച്ചയായിട്ടും ആ വ്യക്തി തിരുമല അനിൽ നടത്തുന്നുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ സ്വരം കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയുള്ളവർ ഒന്ന് തളർന്നു പോവും. അത്രമാത്രം മനുഷ്യപ്പറ്റോടുകൂടിയാണ്. അങ്ങനെയാണ് ഒരു നേതാവ് വേണ്ടത്. അങ്ങനെ ആവണം ഒരു നേതാവ്. സഹജീവി സ്നേഹമുള്ള, സേവന തൽപരതയുള്ള ഒരു മനുഷ്യനാവണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ നാട്ടിൽ മിക്ക പാർട്ടികളുടെയും അസറ്റായി മാറുന്നത് നല്ല സംസാരശേഷിയുള്ള ആളുകളാണ്. സംസാരമല്ല ഒരു നേതാവിന്റെ നല്ല ഗുണമായിട്ട് നോക്കേണ്ടത്. അനിൽ മാത്രം നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും മികച്ച കൗൺസിലർമാരിൽ ഒരാളായിരുന്നു തിരുമല അനിൽ. അദ്ദേഹം ഈ നാടിനായിരുന്നു അസറ്റായിരുന്നു, BJPക്കല്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളവർക്കായിരുന്നു. അങ്ങനെ ഒരാൾ ഇതുപോലെ ദാരുണമായി കൊല്ലപ്പെടുക, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാലും ഏതൊരു ആത്മഹത്യയാണെങ്കിലും അത് ഒരു കൊലപാതകം തന്നെയാണ്, അല്ലേ? അതിനകത്ത് സമൂഹത്തിന്റെ കൃത്യമായ പങ്കുണ്ട്, വ്യക്തികളുടെ പങ്കുണ്ട്. ഈ മനുഷ്യനൊക്കെ അനുഭവിച്ചത് അത്രമാത്രം സങ്കടത്തിലൂടെ കടന്നുപോയിട്ടാണ്. മരണമാണ് ഏറ്റവും നല്ല മരുന്ന്, എന്റെ ഈ വേദനയ്ക്കുള്ള മരുന്ന് മരണമാണ് എന്ന് ആ മനുഷ്യന് തോന്നിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തലകുനിക്കണം. നിങ്ങൾ ഇത്ര ആവേശത്തോടെ തിരഞ്ഞെടുപ്പിനെ ബാക്കിയുള്ള മിച്ചമുള്ള ആളുകളെ മുഴുവൻ സേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടെന്നേ. BJP ഒന്നോ രണ്ടോ ഇത്രയും കാലം പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ലേ? എന്തിനാ തിരക്ക്? എല്ലാ ന്യൂനതകളും അവനവന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ജയിച്ചാൽ പോരെ? തിരക്കിട്ട് ജയിച്ചിട്ട് എന്തിനാ? ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും മനസമാധാനമില്ല, സ്വസ്ഥതയില്ല, അവർക്ക് ജീവിക്കാൻ. ഒരു കൗൺസിലറായിരുന്നു അദ്ദേഹം. തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലറിന് പോലും നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഏതെങ്കിലും ഒരു നിലയിൽ ഒരു തളർച്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴേക്കിടയിലുള്ള ആളുകൾ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ടായിരിക്കില്ല. കാരണം അനിലിൻ്റെ സ്വരത്തിൽ കനിവുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ചെറിയ പൈസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ തിരിച്ചടവിന് മറ്റെന്തെങ്കിലും വഴി ആ മനുഷ്യൻ കണ്ടെത്തും. കാരണം അത്രത്തോളം സന്മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ആ സ്വരത്തിൽ അതുണ്ട്. അപ്പോൾ ആ മനുഷ്യനേക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആരൊക്കെയോ ആയിരിക്കും. ഒരുപക്ഷെ പാർട്ടിയിൽ സ്വാധീനമുള്ളവരായിരിക്കാം, ജനങ്ങൾക്ക് മേൽ സ്വാധീനമുള്ളവരായിരിക്കാം. അതുകൊണ്ടായിരിക്കും തിരുമല അനിൽ എന്ന് പറയുന്ന ആ വ്യക്തി അമ്മാതിരി പതറിപ്പോയത്. ആ സ്വരത്തിൽ അത്രയും സങ്കടമുണ്ടായിരുന്നു, തോൽവിയുണ്ടായിരുന്നു, തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ സ്വരത്തിലുണ്ടായിരുന്നു. സങ്കടകരമാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾ വിജയത്തിന് വേണ്ടി ഇങ്ങനെ വിജയത്തെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പരിശ്രമിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എന്തിനാണ് വിജയിച്ചിട്ട്? നിങ്ങൾ ഈ പറയുന്ന ദേശസ്നേഹം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മണ്ണിനോട് കാണിക്കേണ്ട സ്നേഹമല്ല. അതിരിനിപ്പുറം കിടക്കുന്ന ഭാരതത്തിൻ്റെ മണ്ണിനോട് കാണിക്കേണ്ട സ്നേഹമല്ല ദേശസ്നേഹം എന്ന് പറയുന്നത്. ഇവിടുള്ള മനുഷ്യരോട്, ഭാരതത്തിലെ പൗരന്മാരോട്, അവരുടെ ജീവിതത്തോട് കാണിക്കുന്ന അങ്ങനെ അതിനോടാണെന്നേ നമുക്ക് കൂറു വേണ്ടത്. അത് അപ്പോഴാണ് യഥാർത്ഥ ദേശസ്നേഹം എന്ന് പറയുന്നത്. പോങ്ങൻ അതുണ്ട്. പോങ്ങൻ ദേശസ്നേഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭാരതത്തിൻ്റെ മണ്ണിനെ മാത്രമല്ല, ഞാൻ അതിരിനകത്ത് കിടക്കുന്ന മണ്ണ് മാത്രമല്ല, ഓരോ മനുഷ്യനും ഓരോ ഹിന്ദുവിനുമല്ല, ഓരോ മനുഷ്യനും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്നത്, അവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടുന്നതായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ നമുക്ക് സ്വന്തം നിലയിൽ നയിക്കാമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദേശസ്നേഹം. എൻ്റെ ജീവിതം എൻ്റെ സഹജീവിയെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് ഈ സംസാരമല്ലാതെ, ഈ വീഡിയോ രൂപത്തിലുള്ള ഈ പ്രകടനമല്ലാതെ എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ശല്യവുമില്ല. അതും ഒരു ദേശസ്നേഹമാണ്, അതും ഒരു സാമൂഹ്യ ബുദ്ധിയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യവും കൂടി പറയാം. രാജേഷ് ഉൾപ്പെടുന്ന ഒരു നേതൃനിരയോടാണ് പറയുന്നത്, BJPയുടെ നേതൃനിരയോടാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ അസറ്റ്, ശരിയാണ്. തിരുമല അനിലിനെ പോലുള്ള ആളുകൾ തന്നെയാണ് അസറ്റ് ആവേണ്ടത്. സംസാരിക്കാൻ മാത്രം കഴിയുന്ന നേതാക്കന്മാർ ലയബിലിറ്റി തന്നെയാണ് പാർട്ടിക്കും നാടിനും. അതുകൊണ്ട് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യക്ക് പേരിനെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നില്ല, ഭാരതത്തിന് പേരിനെങ്കിലും സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ നമുക്കിനി നേതാക്കന്മാർ, അതായത് ജനനായകരുടെ ആവശ്യമൊന്നുമില്ല. അതല്ലെങ്കിൽ നായകൻ എന്ന് പറഞ്ഞാൽ, ജനനായകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നയിക്കുന്നവരാവേണ്ട കാര്യമില്ല. ജനങ്ങളാൽ നയിക്കപ്പെടുന്നവരാവണം നേതാക്കളാവേണ്ടത്. എത്ര നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ല ഒരു നായകൻ്റെ, ഒരു നേതാവിൻ്റെ ഗുണമെന്ന് പറയുന്നത്. എത്രത്തോളം ആത്മാർത്ഥമായി സേവിക്കാൻ കഴിയുന്നു, സമൂഹത്തെ സേവിക്കാൻ, ജനങ്ങളെ സേവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നേതാവാണ് ഇപ്പം മരണപ്പെട്ടു പോയത്, സ്വന്തം നിലയിൽ മരിച്ചു പോയത്. മരണമാണ് എൻ്റെ വേദനകൾക്ക് ഏറ്റവും നല്ല മരുന്നെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മരുന്ന് സേവിച്ച് മടങ്ങിപ്പോയത്. സ്വന്തം നിലയിൽ മരിച്ചതാണോ, അതോ ഇനി എങ്ങനെ ആയാലും, അതിപ്പോൾ സ്വയമായാലും മറ്റൊരാളായാലും നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ആ മനുഷ്യനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട്
ഈ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ജനങ്ങളുടെ മുന്നിൽ പറയണം. ആ മനുഷ്യന്റെ ആത്മാവിനോട് അത്രയെങ്കിലും നീതി കാണിക്കുക. വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ ആവണമെന്നേ ജനനായകർ എന്ന് പറയുന്നത്. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് വേദന തോന്നും, മടങ്ങിപ്പോവാൻ തോന്നും. കള്ളത്തരം അത്രമാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ആ മനുഷ്യന് ആ രീതിയിലേക്ക് ഒരു അന്ത്യം സംഭവിച്ചു പോയത്. അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് ഇങ്ങനെ പോകേണ്ടി വന്നത് അഭിമാനമുള്ളത് കൊണ്ടാണ്, അന്തസ്സുള്ളത് കൊണ്ടാണ്, സഹജീവികളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളത് കൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യൻ കൂടി പോകുന്ന ഒരു സമയം അത് സംഭവിച്ചു. അതാണ് നിങ്ങളൊക്കെ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിവിടെ കാവ്യുടുത്ത സഖാക്കളുടെ ആവശ്യമില്ല. നമ്മുടെ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ, നിങ്ങളൊരു സംഘിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJPക്ക് രാഷ്ട്രീയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഭൂമികയായി കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്ന തരം മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾ വെറും അണിയായും അനുഭാവിയായും മാത്രം നിന്നാൽ പോരാ. നേതാക്കന്മാരെ വരച്ച വരയിൽ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. നേർവഴിയെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കുറഞ്ഞപക്ഷം BJPയുടെ നേതാക്കളെങ്കിലും അണികളെ നയിക്കുന്നവരാവണ്ട, അണികളാൽ നയിക്കപ്പെടുന്നവരാവണം. എങ്കിലേ ഈ നാട് നന്നാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വിജയമല്ല, നിങ്ങൾ കോർപ്പറേഷനിലേക്ക് ജയിച്ച് കടന്നു വന്ന് പ്രധാനമന്ത്രിയെ 45 ദിവസത്തിനകം ഇവിടെ എത്തിക്കുമെന്നല്ല പറയേണ്ടത്. ഇവിടെയുള്ള ഓരോ മനുഷ്യനും അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, അഴിമതിക്ക് ഇരപ്പെട്ടുകൊണ്ടല്ലാതെ, അനീതിക്ക് വിധേയപ്പെട്ടുകൊണ്ടല്ലാതെ, മര്യാദയ്ക്ക്, മാനം മര്യാദയ്ക്ക് അവനവന്റെ ജീവിതം ജീവിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് BJPയുടെ നേതാക്കളെങ്കിലും കാണിക്കേണ്ടത്, അവരെങ്കിലും കാണിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ, ഇതാണ് പോക്കെങ്കിൽ, ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട്, കാരണം ബഹുജനം തീർച്ചയായിട്ടും അത് വിഡ്ഢികളാണ്, വിഡ്ഢികളുടെ ഒരു കൂട്ടമാണ് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തു വേണമെങ്കിലും ഇങ്ങനെ തമ്മിലടിപ്പിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിജീവിച്ചു പോകാമെന്ന് നേതാക്കന്മാർ വിചാരിക്കുമ്പോൾ ഓർത്തോളുക, നിങ്ങൾ ഏതു പാർട്ടിയുടെ നേതാവാണെങ്കിലും ജനങ്ങളാൽ നയിക്കപ്പെടുന്നവനാവണം നേതാവെന്ന് പറയുന്ന വിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ സംഭവിക്കും. ആ സമയം നിങ്ങളുടെയൊക്കെ തൊഴിൽ നഷ്ടപ്പെടും, ഉപജീവനത്തിന് വേറെ പണി തേടേണ്ടി വരും. അത് യാതൊരു സംശയവും വേണ്ട. നല്ല മൂളയുള്ള കുട്ടികൾ ഇനി വരും നമ്മുടെ ഈ മണ്ണിലേക്ക്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളൊക്കെ കുറഞ്ഞ പക്ഷം ഇപ്പോഴെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുക, ഒരു മാറ്റത്തിൻ്റെ ഒരു ചുവടുവയ്പ് ഒന്ന് ആരംഭിക്കുക. ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും. കഷ്ടമാണ് കാര്യങ്ങൾ. ആ മനുഷ്യൻ്റെ ആത്മാവ് പൊറുക്കില്ല. നിങ്ങൾ എത്ര വലിയ വിജയം നേടിയാലും, നിങ്ങൾ ആരെ ഇവിടെ കൊണ്ടുവന്നാലും, ആ മനുഷ്യൻ്റെ തോൽവി എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത്, ആ മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ തോൽവിയാണ്. അത് മനസ്സിലാക്കണം. ആ തെറ്റിത്തിരുത്തണം. ആ മനുഷ്യനെ വഞ്ചിച്ചത് ആരൊക്കെയാണെങ്കിലും, രാജേഷ് പറഞ്ഞ ഈ അനുഭാവികൾ ആരൊക്കെയാണെങ്കിലും, 5 പൈസ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. അതല്ല ഗതി കിട്ടില്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തീർച്ചയായിട്ടും സംഭവിക്കാം. പക്ഷെ അത് ഏറ്റു പറയണം. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷ സ്വീകരിക്കണം. അതിനുശേഷം ഒരു മര്യാദയ്ക്ക് അന്തസ്സുള്ള ഒരു ജീവിതം സാമൂഹ്യ ബുദ്ധിയോടുകൂടി, പൗരബോധത്തോടുകൂടി നയിക്കുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന തെമ്മാടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതല്ലാതെ നേതാവ് ചമഞ്ഞ് കള്ളക്കുറിയുമിട്ട് വലിയ വർത്തമാനവും പറഞ്ഞ് ദേശസ്നേഹവും ഒക്കെ പുലമ്പിക്കൊണ്ട് നടന്നാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ദേശസ്നേഹം എന്ന് പറയുന്നത് അതിരിനകത്ത് കിടക്കുന്ന ഭാരതത്തിൻ്റെ മണ്ണ് മാത്രമല്ല, മനുഷ്യരുണ്ട്, അതിൽ ചവിട്ടി നിൽക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അവരെയും കൂടി പരിഗണിക്കണം. ഞാൻ വളരെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമല്ലേ? എന്ത് മോശം ഇരിക്കുന്നേ? ആരെയും പറ്റിച്ചൊന്നും നേടണ്ട. വിജയം ജനങ്ങൾ നൽകിക്കോളും. നന്നായി പ്രവർത്തിച്ചാൽ മതി. നമ്മുടെ അനിലിനെ പോലൊക്കെ, തിരുമല അനിലിനെ പോലുള്ള നേതാക്കൾ പ്രവർത്തിച്ച രീതിയിൽ പ്രവർത്തിച്ചാൽ മതി. ജനം നൽകിക്കോളും വിജയം. ഒരു കഷ്ടപ്പാടും വേണ്ട. സ്നേഹം. ഞാൻ ഇത്രയും പറഞ്ഞു പോകുന്നു. എനിക്ക് അതല്ലാതെ ഇങ്ങനെ പറയാതെ എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല, ചെയ്യാനും തോന്നുന്നില്ല, പറയാനും തോന്നുന്നില്ല. ഒരു ഗതികെട്ട അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ്. മോശമാണ്. ആ മനുഷ്യൻ്റെ ശബ്ദം ഇങ്ങനെ ചെവിയിൽ, എന്തൊരു അതുപോലെ തന്നെ ആ പെൺകുട്ടി, ആ വീട്ടമ്മ, അവരെന്തുമാത്രം ഗംഭീരമായിട്ടുള്ള സ്ത്രീയാണ്. എത്ര പാകതയോടുകൂടിയാണ് അവർ ആ മനുഷ്യനോട് സംസാരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷം നൽകുന്ന കാര്യമായിട്ട് മാറുന്നത് അഭിമാനിയായിട്ടുള്ള നമ്മുടെ തിരുമല അനിൽ,
അതുപോലെ തന്നെ അങ്ങേയറ്റം സഹജീവി സ്നേഹിയായിട്ടുള്ള ആ നിക്ഷേപകൻ്റെ മരുമകൾ, എത്ര നന്നായിട്ടാണ് അവർ, എത്ര സാമൂഹ്യ ബോധത്തോടു കൂടിയാണ്, സഹജീവി സ്നേഹത്തോടു കൂടിയാണ് ആ സ്ത്രീ, ആ വീട്ടമ്മ അതിനെ കൈകാര്യം ചെയ്തത്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ. അതുകൊണ്ട് അത്തരം മനുഷ്യർ ശക്തി പ്രാപിക്കുന്ന കാലം വരും, അതുറപ്പാണ്. ഈ പ്രകൃതി അത് വരുത്തും. എല്ലാ തട്ടിപ്പുകാരും തീരും. ഈ നാട്ടിൽ ജനങ്ങളെ നയിക്കുന്നവരല്ല, ജനങ്ങളാൽ നയിക്കപ്പെടുന്ന നേതാക്കന്മാർ വരും. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വരും. നിങ്ങൾ നേതാക്കന്മാർ തമാശകൾ പറഞ്ഞും കയ്യടിക്കുന്ന വർത്തമാനങ്ങൾക്ക്, അല്ലെങ്കിൽ കേൾവിക്കാരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് ത്രസിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അതിനിവിടെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുണ്ട്, അതല്ലെങ്കിൽ മറ്റ് പ്രസംഗ തൊഴിലാളികളുണ്ട്. അവരൊക്കെ അത് ചെയ്തോട്ടെ. ജനനായകർ, ജനനേതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. ഒരക്ഷരം സംസാരിക്കേണ്ട കാര്യമില്ല, പ്രവൃത്തിയിൽ മതി. അതുകൊണ്ട് സംസാരിക്കുന്ന നേതാക്കളല്ല പാർട്ടിയുടെ അസറ്റ്. സംസാരിക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലയബിലിറ്റി മാത്രമാണ്. അത് നാടിനായാലും പ്രസ്ഥാനങ്ങൾക്കായാലും പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉണ്ടാവട്ടെ. ഇനിയൊരു അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും BJP കേരളത്തിൽ ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ അത്തരം മനോഗതിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ഹിന്ദു സഹോദരങ്ങളോടാവട്ടെ, ഈ സംഘപ്രവർത്തകരോടായിട്ട്, നിങ്ങൾ വെറും അണിയാന്മാരായിട്ട് ഒതുങ്ങിപ്പോകരുത്. നിങ്ങൾ നിങ്ങളുടെ തലപ്പത്തുള്ളവരെ ചോദ്യം ചെയ്യണം, അവരെ നേർവഴിക്ക് നയിക്കണം. അതല്ലെങ്കിൽ കാവിയെടുത്ത കമ്മ്യൂണിസ്റ്റുകളെ പോലെയോ അതല്ലെങ്കിൽ കുറിയിട്ട കോൺഗ്രസ്സുകാരെ പോലെയോ ആയി മാറിപ്പോകും ഈ പ്രസ്ഥാനം. പകുതിയായി, മക്കളുടെ ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ എങ്ങും എത്തിയില്ല, കൊച്ചു പിള്ളേർ.